അമേരിക്കയിലെ വൈറ്റ് ഹൗസിന് മുമ്പിൽ ഒരു ദിവസം ഒരു സെക്യൂരിറ്റി ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. വിഷമത്തോടെ ഇരിക്കുന്ന സെക്യൂരിറ്റിയെ കണ്ടിട്ട് ഒരു കുട്ടി ആ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? ഈ സെക്യൂരിറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വളരെയധികം ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്, എനിക്ക് പ്രസിഡന്റിനെ കാണണം, പക്ഷേ എനിക്ക് കിട്ടിയ സ്ഥാനം വെച്ചിട്ട് എനിക്ക് ഒരിക്കലും പ്രസിഡന്റിന്റെ അടുത്തേക്ക് ചെല്ലാനോ എന്റെ ആവശ്യങ്ങൾ പറയാനോ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഈ കുട്ടി പറഞ്ഞു, ശരിയാണ്, പ്രസിഡന്റിനെ കാണാൻ വളരെ പാടാണെന്ന് പറഞ്ഞു. ആ കുട്ടി ഒരു കാര്യം ചെയ്തു, ആ സെക്യൂരിറ്റിയുടെ കരങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവൻ ആ സെക്യൂരിറ്റിയെ കൊണ്ട് അകത്തേക്ക് നടക്കാൻ തുടങ്ങി. അകത്തോട്ട് നടന്ന സമയത്തൊന്നും ആരും അവനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെ നടന്ന് അകത്ത് ഡോറ് കടന്നു, അകത്ത് ചെന്നു. കുറച്ച് സമയം വരെ നടന്നതിന് ശേഷം ഓഫീസിൽ ചെന്ന സമയത്ത് ഈ കുട്ടി പറയുകയാണ്, ഡാഡി, ഈ സെക്യൂരിറ്റിക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായോ? അവിടെ ആരും അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യാതിരുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? സെക്യൂരിറ്റി ആയതുകൊണ്ടോ വേറെ എന്തെങ്കിലും പ്രിവിലേജ് ഉള്ളത് കൊണ്ടല്ല. അവന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് അബ്രഹാം ലിങ്കൺ പ്രസിഡന്റിന്റെ മകനായിരുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ എനിക്ക് പറ്റുമോ, ഞാൻ ബലഹീനനല്ലേ? എന്നാൽ നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചൊരു യേശുവുണ്ട്. അവൻ മുഖാന്തരം നമുക്ക് കൃപാസനത്തോളം അടുത്ത് ചെല്ലാൻ കഴിയും. എന്റെ ഇടയിൽ മധ്യസ്ഥനില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ പല ഭാരങ്ങളിലും പ്രയാസങ്ങളിലും അകപ്പെട്ടു പോകുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് ദൈവം കാൽവറിയിൽ തന്ന പ്രിവിലേജിനെ നമ്മൾ മനസ്സിലാക്കാത്തോണ്ടാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പാപത്തെയും രോഗത്തെയും വഹിച്ചു. ശരിയാണ്, പാപത്തെയും രോഗത്തെയും ശാപത്തെയും എല്ലാം ക്രൂശിൽ വഹിച്ചു. അതോടൊപ്പം യേശു ചെയ്ത ഒരു കാര്യം കൂടെ ഉണ്ട്. കാൽവറി ഒരു അധികാരത്തിന്റെ കൈമാറ്റമായിരുന്നു. എനിക്ക് നിങ്ങൾക്കും മക്കളാകുവാനുള്ള അധികാരത്തെ തന്ന ഒരു മരണം കാൽവറിയിൽ നടന്നു. അതാ യേശുവിന്റെ മരണം.